എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് കയറി ചാനലിനകത്ത് കയറി വീഡിയോസ് കാണുന്നവരുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് കേട്ടോ പറയുന്ന ആർക്കും ഒരു മുഷിച്ചിലൊന്നും തോന്നരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വേദയെ വിളിക്കുവാണ്. ആ ഫയൽസ് കിട്ടിയാൽ മതിയാവുള്ളൂ. കാരണം ഇന്നാണ് പട്ടയമേളയ്ക്ക് കൊടുക്കാനുള്ള ഫയലാണ്. ഇതെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെ പിന്നെ അതോടുകൂടി തീർന്നു. വല്ലാത്തൊരു ഞെട്ടലാണ് വിക്രത്തിന്റെ മനസ്സിലുള്ള. അതുകൊണ്ടാണ് വേദയെ ഫോൺ വിളിച്ചത്. വേദ ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് വിക്രത്തിനെ വിളിച്ചു. എന്താ എന്നെ വിളിച്ച എന്തിനാന്ന് ചോദിക്കണം. അതെ, മര്യാദയ്ക്ക് ആ ഫയൽസ് തന്നോളാൻ പറയണേ. ഏത് ഫയല്? ഒന്നും അറിയത്തില്ലാത്ത പോലെ പറയരുത്. എന്നോട് നന്ദിനി വെച്ച് പറഞ്ഞല്ലോ നീ ആ ഫയൽ എടുത്തായിരുന്നെന്ന്. ഓഹോ, ആ ഫയല് അല്ല, ഇപ്പോഴെന്തിനാ ഫയല്? കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. ഫയല് വേണോ അല്ലേ? അതെ, എന്റെ കയ്യിലാന്ന് പറയണം. നിന്റെ കയ്യിലോ? അതെ, എന്റെ കയ്യിലാ. ഒരു കാര്യം ചെയ്യാം, വിക്രം കൂടെ വാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് മേലെ എന്ത് ചെയ്യണം നടത്തില്ല. ഇതേ ഈ സമയത്ത് നീ കിടന്ന് കളിക്കില്ലെന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ കുഴപ്പമിരിക്കുന്നത്. ആ ഫയല് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അതങ്ങോട്ട് കത്തിച്ച് കളഞ്ഞേക്കാന്ന് പറയണം. എടി വേതാളം, നിന്നെ ഞാന് വേണ്ട വേണ്ട, ആക്രോശിക്കൊന്നും വേണ്ട. മര്യാദയാണ് മര്യാദ. വരുവാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ ഞാൻ തരത്തില്ല എന്ന് പറയാം. എന്നെയും കൂടെ വന്ന് വിളിക്കുക എന്ന് പറയണം. വിക്രം ആകെപ്പാടെ വെട്ടുപോയി. വിക്രത്തിന് മനസ്സിലായി ഇത് അവളുടെ കളിയാണ്. അവൾ തന്നെ മനഃപൂർവ്വം കുരുക്കാൻ ശ്രമിച്ചിരിക്കുന്ന. അവള് ബുദ്ധിയുള്ളവളാണ്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ താൻ അവളുടെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലണം. അതിനുവേണ്ടി കളിച്ച് കളിയാന്ന്. അതെ, അന്ന് ശരി, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് വേണം. ഈ സമയം വിക്രം നോക്കിക്കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അധികം സമയമില്ല. ആ ഫയല് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ശ്രീനിവാസ് സാറ് നാണം കിടും. അതിനേക്കാൾ ഉപരി ഇന്ന് പട്ടയമേള നടക്കാനുള്ളതാ. അത് മുടങ്ങും. ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. താനിപ്പം വേദയുടെ കാല് പോയി പിടിച്ചാലും കുഴപ്പമില്ല, ആ ഫയല് കെട്ടണം. ആ ഒരു ചിന്ത മാത്രമേ വിക്രത്തിനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിക്രം എന്ത് ചെയ്യാണ്, നേരെ പാഞ്ഞു പോവാണ്. ആ സമയം ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല നന്ദിനി, ഫയല് കിട്ടിയോന്ന് ചോദിക്കാം. ഫയല് മിക്കവാറും വേദ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നേ. ദേ വിക്രം ഇപ്പൊ പോയിട്ടുണ്ട്, എങ്ങോട്ടാ എന്താന്നും അറിയത്തില്ല ശ്രീ ചേച്ചി എന്ന് പറയാണ്. ഈ സമയം വിക്രത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി അവൾ എന്തായിരിക്കും പറയണെന്നൊരു ചിന്ത. പിന്നീട് ഫോൺ വിളിച്ചിട്ട് വേദ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ദർശൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി വേദാന്ന് ചോദിക്കണേ. ഒന്നുമില്ല, വിക്രം എന്നെ വിളിച്ചെന്ന് പറയാണ്. മിക്കവാറും വിക്രം ഇപ്പൊ തന്നെ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദർശൻ ഒന്ന് ഞെട്ടി. കൂട്ടിക്കൊണ്ടു പോകാനാ? അതെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോന്ന്. അപ്പൊ വിക്രം വന്ന് വിളിച്ചാ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ കഴുത്തിൽ താലിയാർത്തിയ ആളല്ലേന്ന് ചോദിക്കും. അല്ല, അപ്പൊ വേദ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വന്നല്ലേന്ന് ചോദിക്കും. ഞാനോ? ഞാൻ ദർശനോട് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഞാൻ ഇങ്ങോട്ട് നിൽക്കാൻ വന്നല്ലെന്ന്. എന്റെ ഭർത്താവ് ഒന്ന് വിളിച്ചാ പോകുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ബാക്കി എല്ലാരും കൂടെ ഹാളിലേക്ക് വരുവാണ്. അങ്ങനെ ഹാളിൽ വന്നിരുന്നപ്പോഴത്തേനും വർഷ പറഞ്ഞു, അന്നെങ്കിൽ ഫുഡ് കഴിച്ചാലോ, കാരണം പിറന്നാൾ സദ്യ ഉണ്ടിട്ടില്ലോ. അപ്പൊ അവരെല്ലാരും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നേ. ദർശന്റെ അച്ഛനും അമ്മയും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പിറന്നാൾ സദ്യ കഴിച്ചിട്ടാവാന്ന് പറയണേ. ബാക്കി വിശേഷങ്ങൾ പറച്ചിലൊക്കെ എന്ന് പറയണേ. പിന്നീട് ദർശന്റെ അമ്മേനെ അവരെല്ലാരും കൂടെ അവിടെ പിടിച്ചിരുത്തി അവർക്കൊക്കെ ഫുഡ് വിളമ്പാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് പുറത്തൊരു ബൈക്ക് വന്നു നിന്നു. ബൈക്കിനകത്തും വിക്രം അവിടെ നിന്ന് അലറി വിളിക്കുകയാണ്. വേതാളെന്ന് കിടന്ന് അലറി വിളിക്കുകയാണ്. ഈ വെളിയൊച്ച അകത്ത് കേട്ടു. വേതാളത്തോ? ഇതാരെ പോലും വേതാളെന്ന് വിളിക്കുന്നത്? ഈ വെളിയൊച്ച കേട്ട ഉടനെ വേദ എന്ത് ചെയ്യാണ്, അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങണം. പെട്ടെന്ന് ശങ്കരനാരൻ ചോദിച്ചു, മോളെ നീ ഇതെങ്ങോട്ടാ പോണേ? ഇതാരാ വിളിക്കണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറഞ്ഞു, അത് വിക്രം അച്ഛാന്ന് പറയാണ്. പെട്ടെന്ന് വേദയുടെ അനിയത്തി വന്നിട്ട് പറഞ്ഞത്, വേതാളെന്നാണല്ലോ വിളിക്കുന്നത്, അതിന് വേദേശി എങ്ങോട്ട് ഇറങ്ങിപ്പോണെന്ന് ചോദിക്കും. അതെ, വിക്രം എനിക്കിട്ടിരിക്കുന്ന ചെല്ലപ്പേരാ വേതാളെന്ന് പറയാണ്. ഞാൻ ചെന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പേര് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അകത്ത്. കാരണം വേദ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വന്നാന്നോർത്താ ഗായത്രിക്ക് ഇരുന്നേ. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം വെറുതെ ആയിപ്പോയി. വേദ ഇത്ര പെട്ടെന്ന് തിരികെ പോകുന്നൊരു ചിന്ത അവരുടെ ആരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നീട് വിക്രം വേദയെ കണ്ടു വെച്ച്, സത്യം പറ, ആ ഫയലിന്റെ അത് ഇങ്ങോട്ട് എത്തുകൊണ്ട് വരാൻ പറയാണ്. ഫയലോ? ഏത് ഫയല്? ദേ വെറുതെ നീ പറയരുത്. ഫയല് വേണോ അല്ലേ? ഫയല് വേണേ ഒരു കാര്യം ചെയ്യാം, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയണം. വീട്ടിലോ? അതെ, ഞാനതെടുത്ത് വെച്ചിരിക്കുന്നേ എന്ന് പറയണം. അപ്പൊ നീ പറഞ്ഞു ഇവിടെയാന്ന് പറഞ്ഞേ? അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ. പക്ഷെ വെറുതെ അല്ല, എന്നെ തിരികെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാന്ന് മാത്രം ആ ഫയലിയും തരത്തുള്ളൂ എന്ന് പറയണം. ഓഹോ, അപ്പൊ നീ കളിക്കും അല്ലേന്ന് ചോദിക്കും. അല്ല, ഉള്ള കാര്യം പറഞ്ഞേ. കാരണം വേദയ്ക്കര ഇപ്പൊ ഈ ഫയലിന്റെ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് എടുത്തു കൊടുത്താ വിക്രം അതുമായിട്ട് സ്റ്റാൻഡ് വിട്ട് പോകത്തുള്ളത് വേദയ്ക്ക് നന്നായിട്ടറിയാം. പിന്നീട് വിക്രത്തോട് വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയണം. എടി, അപ്പൊ നീ കൃത്യസമയത്ത് നീ എനിക്കിട്ട് പണി തരുമോ അല്ലേന്ന് ചോദിക്കും.
പിന്നല്ലാതെ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ വേതാളമല്ലേ? വിക്രമാദിത്യന്റെ കഴുത്ത് ഞാൻ ചുറ്റിയെ തന്നെയാ. ഇനി ഞാൻ പോവാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും വിക്രത്തിന് ഫോണിലേക്ക് കോള് വന്നു. ശ്രീനിവാസ് സാറാ. വിക്രം, നീ ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ്. അതെ സാറേ, ഞാനിവിടെ ഉണ്ട്. ഇത് നീ ആ ഫയലുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ നോക്ക്. ഇപ്പൊ സമയം എന്നാ നിനക്ക് അറിയാവുന്ന ചോദിക്കുക. അത് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. പെട്ടെന്ന് വിക്രം പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി പോയി, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അതല്ലേ ഞാൻ പറഞ്ഞേ, എന്നെ കൂട്ടിക്കൊണ്ട് പോകും, അല്ലാതെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ വരാതെ ഒരു കാര്യം നടക്കില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുവാണെങ്കിൽ, കാരണം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ ഭാര്യയായിട്ടായിരിക്കും ഞാൻ തുടരാനായിട്ട് പോകണമെന്ന് പറയാം. ഇതോടെ കേട്ട് ജീവിതത്തിനും വിക്രത്തിനും ഭ്രാന്ത് ഇളകുന്ന പോലെ തോന്നി. ഇപ്പൊ ഇവിടെ എങ്ങനെയും മണിയടിച്ച് കൂടെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നം. പിന്നീട് വിക്രം ശരി എന്തേലും ആട്ടെ, പണ്ടാരടങ്ങാനായിട്ട് പോയി ബാക്കി എടുത്തോണ്ട് വരാൻ പറയണേ. അങ്ങനെ വേദ സന്തോഷത്തോടെ അകത്തേക്ക് ഒരു രൂപ. ഈ സമയം ശങ്കരനാരായണൻ ചോദിച്ചു, മോളെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. അച്ഛൻ ഞാൻ പോവാന്ന് പറയണ വിക്രത്തിനോടൊപ്പം. വിക്രത്തോടൊപ്പം പോവാനാ? അതെ അച്ഛാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിക്രം എന്നെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിക്രത്തിനോടൊപ്പം പോകുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യല്ലേ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാ. ഓഹോ, അപ്പൊ നീ ഞങ്ങളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. നീ ഇത് എന്ത് ഭാവിച്ചാ വേദേ? അപ്പൊ നീയോ അവനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണോ എല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെന്ന് ചോദിക്കുക. വേദ പറഞ്ഞു, എനിക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു, അച്ഛനെ ബർത്ത്ഡേ ആഘോഷിക്കണമായിരുന്നു, അതിനുവേണ്ടി മാത്രം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ദേ, എന്റെ കഴുത്ത് താലി കെട്ടിയ പുരുഷനാണ് ഞാൻ വന്ന് വിളിച്ചിരിക്കുന്നത്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഇപ്പോഴെനിക്കൊരു സന്തോഷമായത്. ഞാൻ കരുതി നീ പിണങ്ങി പോകുന്നതായിരിക്കുന്നു, അല്ലെ ഒരിക്കലും നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നേ. ഈ സമയം പത്മ പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല പിന്നെ മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ, ഈശ്വരൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേദ എല്ലാവരും പറഞ്ഞു, ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം. ദർശന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ദർശൻ എന്നോട് വിരോധമൊന്നും തോന്നില്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ കഴുത്തിൽ താലിയായിട്ട് ആളാ വന്ന് വിളിക്കുന്നത്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ഗായത്രി വർഷയോട് ചോദിച്ചു, ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചെന്ന് ചോദിക്കുക. ദർശന്റെ മുഖം ആകെപ്പാടെ വിളറി വെളുത്തിരിക്കുവാണ്. അല്ലമ്മ, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ അവള് പൊടിയും തട്ടി അങ്ങോട്ട് പോയത് കണ്ടോ? ആർക്കൊരു ഒരു പുല്ല് വില തന്നോ, ഇവിടെ ദർശനം ഇരിക്കുവാന്നോ എന്ന് അവള് ചിന്തിച്ചു പോലുമില്ല. ഇന്നോ ഇന്നലെ കണ്ടേ അവനാണ് അവൾക്ക് പ്രധാനം. ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട് അവര് തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നോന്ന്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നാടകം കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്നും അറിയാതെ ചുമ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇരുന്ന് കളിക്കുന്ന ദർശനോടാ എനിക്ക് പറയാനുള്ളത്. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വരാൻ നോക്ക്, അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗായത്രി ദേഷ്യപ്പെടുവാണ്. ദർശനം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയം വിക്രം വേദയും കൊണ്ട് വീട്ടിലേക്ക് പോരുവാണ്. വേദയോട് നീ ജയിച്ചല്ലേന്ന് ചോദിക്കുക. പിന്നല്ലാതെ എനിക്ക് ജയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അതെ, എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നോ? ഒരു കാരണവശാലും ഇല്ല. എന്റെ കഴുത്തി താലിയാർത്തിയ ആളാരാ? ഈ വിക്രമല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇനി ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ച് എന്റെ മോൻ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാൽ മതി എന്ന് പറയും. വിക്രത്തിനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവർ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് മാഷ് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അപ്പൊ കമലയുണ്ട് കൂടെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് വരുന്ന സമയത്താണ് ഒരു ബൈക്ക് വന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദയും കൂട്ടിക്കൊണ്ട് വിക്രം വന്നിരിക്കുന്നു. വേദയുടെ കയ്യിലൊരു ഭാഗമുണ്ട്. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും മാഷൊന്നും ഞെട്ടി. ഇവൻ ഇവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നോ? ഇന്നലെ രാത്രി കൊണ്ടേ വിട്ടല്ലേ ഉള്ളൂ, പെട്ടെന്ന് എന്ത് മറിമായം സംഭവിച്ചു ഒറ്റ രാത്രി കൊണ്ട്? ഇവിടെ ഇനി തിരികെ കൊണ്ടുവരില്ലെന്ന് കരുതിയിട്ടിരുന്നാണ്. ഈ സമയം കമലയോട് മാഷ് ചോദിച്ചു, എന്താ കമല ഇത് എന്താ കാണുന്നതെന്ന് ചോദിക്കുക. കമലയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയത്. ആ സമയത്ത് കമല പറഞ്ഞു, എനിക്കറിയത്തില്ല മാഷെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി. പിന്നീട് വേദ അങ്ങോട്ടേക്ക് വരുവാണ്. വേദ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിക്രം വന്ന് വിളിച്ച് ഞാൻ ഇങ്ങോട്ട് തിരികെ വരും. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പഴയ വേദ ആയിരിക്കില്ല. ഞാൻ എല്ലാ അവകാശങ്ങളോടും കൂടിയിട്ടായിരിക്കും ഞാൻ ഇവിടെ കഴിയാനായിട്ട് പോകുന്നത്. ഇനി വിക്രത്തിന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ തുടരാൻ പോകുന്നത്. ഇപ്പം കാണ്ടേ വിക്രം എന്നെ വന്ന് വിളിച്ചിരിക്കുകയാണ്, എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് എന്റെ വാക്ക് പാലിക്കാലോ അല്ലേ അച്ഛാ? എനിക്കിവിടെ വിക്രത്തിന്റെ ഭാര്യയായിട്ട് തുടരാലോ അല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഇവള് ശപഥം ചെയ്തിട്ട് പോയ കാര്യമാണ്, ഇവളത് കൃത്യമായിട്ട് നിറവേറ്റിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം മാഷിന് മനസ്സിലായില്ല. വേദ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യാൻ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ വിക്രം നിൽക്കുവാണ്. വേദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മാഷ് കമലയോട് പറഞ്ഞു, ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ ഒന്ന് സൂക്ഷിച്ചാ കമലേ. സ്വർണ്ണച്ചെരിപ്പാണെങ്കിലും തലയെ കയറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം നമുക്ക് തന്നെ വിനയായിട്ട് മാറും, നീ കണ്ടോന്നും പറഞ്ഞോടെ എന്നും പറഞ്ഞ് മാഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. കമലയ്ക്ക് സന്തോഷം തോന്നി. മോള് തിരികെ വന്നല്ലോ. പോകുന്ന സമയത്ത് ചങ്ക് പറയുന്ന വേദന ഉണ്ടായിരുന്നു. പിന്നീട് കമല എന്നിട്ട് ചോദിച്ചു, അല്ല മോൾ എങ്ങനെയാ, ഇവൻ എങ്ങനെ വന്ന് മോളെ വിളിച്ചോണ്ട് വന്നെന്ന് ചോദിക്കും.
അമ്മേ, അമ്മയ്ക്കറിയാലോ എന്റെ കഴുത്തിൽ താലി ആർത്തിയാള് വിക്രമാണ്. വിക്രമത്തിനും വരുത്തിക്കാനുള്ള മാർഗം എനിക്കറിയാന്ന് പറയാണ്. ഈ സമയം വിക്രം പറഞ്ഞു, നിന്ന് ചിലക്കാതെ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ വേദ അകത്തേക്ക് എന്നപ്പോ പറഞ്ഞു, അതെ ആ ഫയൽ എടുത്തു തരാൻ പറയാണ്. ഫയൽ? ഏത് ഫയൽ? ഓഹോ, അപ്പൊ നീ മറന്നു പോയെന്നേക്കും. ഓ, ആ ഫയൽ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഫയലിന്റെ കാര്യം കൂടെ മറന്നു പോകുന്നു പറയാ. അത് ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാം ഞാൻ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു പറയാണ്. ഡ്രോയിലൊക്കെ നോക്കുക. അപ്പൊ നിനക്ക് അറിയത്തില്ലേ ഫയൽ എവിടെയാന്ന്? അങ്ങനെ ചോദിച്ചതിനും വേദ പറഞ്ഞു, ഓ ഫയല് വേണമല്ലേ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഫയൽ തരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. എന്ത് കാര്യങ്ങള്? നിങ്ങൾ എന്നെ കൊണ്ടുപോകണം നിങ്ങളുടെ കൂടെ ഇന്ന് അവിടെ. എവിടെ? അല്ല, ഇന്ന് പട്ടയമേള ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം അവിടെ വരുമെന്ന് പറയാ. ഇത് കേട്ടും വിക്രം പറഞ്ഞു, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും. ഉള്ള കാര്യ പറഞ്ഞേ, നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രമത്തിന് ആ സമുദ്രേറ്റി. അങ്ങനെ ഉണ്ടേ മാത്രം ഞാൻ ഫയൽ എടുത്തുതരാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ റെഡിയാവട്ടെ, ഞാൻ ഫയൽ എടുത്തോണ്ട് നിങ്ങളോടൊപ്പം വന്നോളാന്ന് പറയണം. വിക്രത്തിന് വേറെ ഗത്യന്തരം ഇല്ലായിരുന്നു. അങ്ങനെ വിക്രം സമ്മതിക്കുകയാണ്. അവസാനം വിക്രത്തിന്റെ ഭാര്യയായിട്ട് വേദ ആ ചടങ്ങിന് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. പക്ഷെ വേദ വന്നതെന്നറിഞ്ഞ് ആകെപ്പാടെ തകർന്നു പോയി നന്ദിനി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല നന്ദിനിയൊക്കെ അത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.